ഇനി ദേവാലയത്തിൽ ഒരു വൈദികനായിട്ട് നിൽക്കുമ്പോൾ ഒത്തിരി അധികം സന്തോഷമുണ്ട്. ഞാനൊരു വൈദികനാണെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അനുകൂലമായ സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ദൈവം തമ്പുരാൻ പ്രതികൂലങ്ങളെ അനുകൂലമാക്കി മാറ്റിയാണ് എന്നെ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചത്. അതിന് മുന്നമേ ദൈവത്തോട് നന്ദി പറയുന്നു. നീ ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ ഈ ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ കടന്നു വന്നത് 2-3 വർഷം മുമ്പാണ്. അതിനു മുമ്പ് ഈ ദേവാലയത്തിൽ എനിക്ക് പ്രവേശിക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടെ ഓർത്തഡോക്സ് പ്രാർത്ഥന വിഹിതമുണ്ടായിരുന്ന സമയത്ത് പോലും ഞാൻ ഓർക്കുന്നു, ഞാനിവിടെ ശുശ്രൂഷയ്ക്കായിട്ട് കുപ്പായിട്ട് നിൽക്കുമ്പോൾ എന്നെ ബലം പ്രയോഗിച്ച് എന്റെ കുപ്പായ ഊരി മാറ്റിച്ച് എന്നെ ഈ പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. ഒത്തിരി കണ്ണീരോടുകൂടിയാണ് ഞാൻ ഈ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതുകൂടാതെ എന്റെ വല്യപ്പച്ചൻ ഈ ദേവാലയത്തിൽ വൈദികനെ സേവനം അനുഷ്ഠിച്ചതാണ്. ഈ ഇടവയിലെ ഇന്ന് കാണുന്ന ജനങ്ങളെ ഒക്കെ തന്നെ സഭയോട് ചേർത്തും മാമോസം മുക്കിയതും വിവാഹം കഴിപ്പിച്ചതും ഒക്കെ ഒത്തിരി അധികം കൂദാശ നിർവഹിക്കപ്പെട്ട വൈദികനാണ്. എന്റെ വല്യപ്പച്ചൻ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയൊരു സമൂഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രായത്തിന്റെ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഈ ദേവാലയത്തിന്റെ ബലിപീഠത്തിൽ നിന്ന് കുർബാന അർപ്പിക്കുക എന്നുള്ളത് വളരെയധികം ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഒരു കല്യാണത്തിന് ഈ ദേവാലയത്തിൽ കടന്നു വന്നപ്പോൾ അന്നിവിടെ എനിക്ക് പേര് പറയാൻ ആഗ്രഹമില്ലെങ്കിലും പേര് പറയണമെന്നൊരു മനസ്സ് പറയുകയാണ്. ജോയി ആനക്കുഴി അച്ഛൻ അദ്ദേഹത്തെ ഇവിടുന്ന് ചീത്ത പറയുകയും അദ്ദേഹത്തിന് കാപ്പ വലിച്ചൂരി ഈ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അന്ന് എന്റെ വല്യപ്പച്ചൻ കണ്ണീരോടുകൂടി ഇറങ്ങിപ്പോരുമ്പോൾ വല്യപ്പച്ചന്റെ കൂടെ ഞാനുമുണ്ട്. അന്ന് വല്യപ്പച്ചൻ കാറായിരുന്ന് ഇവിടുന്ന് കരഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ചാച്ചാ പോട്ടെ. പറഞ്ഞു, മോനെ പേടിക്കണ്ട, ഇവിടെ ദൈവമുണ്ട്, ഇഗ്നാത്യോസ് ബാവ നടത്തും, ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഭൂമി ഉരുണ്ടതാണ്. പപ്പ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഭൂമി ഉരുണ്ടതാണ്, എവിടെ നിന്നോ അവിടെ തന്നെ അവസാനിക്കും. നമ്മൾ വെയിറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്തു. ദൈവം ഇടപെട്ടു. ഈ ദേവാലയം ഇന്ന് ഞങ്ങൾക്ക് പ്രവേശിക്കുന്ന രീതിയിലേക്ക് വന്നെത്തി. വല്യപ്പച്ചന്റെ ശവസംസ്കാര സമയങ്ങളിൽ പോലും ഒരു വൈദികനെ അടക്കേണ്ടത് പള്ളിയുടെ മുറ്റത്താണ്. പക്ഷെ അതിനുപോലും സമ്മതിക്കാതെ പള്ളിയുടെ സെമിത്തേരിയിൽ അടക്കാൻ വേണ്ടി വാശി പിടിച്ചൊരു സമൂഹം. ഇവരോടൊക്കെ ഒരിക്കലും ഞങ്ങൾക്ക് വിദ്വേഷമല്ല, സ്നേഹമാണ്. എന്റെ മനസ്സിൽ തൊട്ട് തന്നെ പറയുന്നു, അന്ന് എന്നെ തടഞ്ഞിട്ടുള്ളവരും എന്നെ എതിർത്തിട്ടുള്ളവരും എന്റെ കുടുംബത്തെ, എന്റെ പിതാവിനെ ഉൾപ്പെടെയുള്ള എല്ലാവരും എതിർത്തിട്ടുള്ളവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. വേറൊന്നുമില്ല. ഞങ്ങൾ വൈദികരെ സംബന്ധിച്ച് ഒരിക്കലും ഒരാളെ വിദ്വേഷിക്കാനായിട്ടല്ല പഠിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒത്തിരി അധികമായ പ്രാർത്ഥന ഈ ദേവാലയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പൊ ഇവർ പറഞ്ഞു, ക്രിസ്മസിനും പെരുന്നാളിനും ഒക്കെ ഷമാസിന്റെ വളരെയധികമായ സാന്നിധ്യമുണ്ടെന്ന് ആഗ്രഹമായിരുന്നു. ഈ ദേവാലയത്തിൽ ക്രിസ്മസ് നടക്കുമ്പോഴും പെരുന്നാളുകൾ നടക്കുമ്പോഴും ഒക്കെയും ഞാൻ എന്റെ വീട്ടിലിരിക്കും. ഇവിടെ അവിടെ നിങ്ങൾ ലൈറ്റ് നോക്കും, നല്ല രസമുണ്ട് ലൈറ്റൊക്കെ കാണാനായിട്ട്. പക്ഷെ ദേവാലയത്തിൽ കടന്നു വരാൻ പറ്റില്ല. പക്ഷെ മനസ്സിലുള്ള ഒത്തിരി ആഗ്രഹമുണ്ട്, എന്റെ ദേവാലയത്തിൽ എനിക്ക് കടന്നു വരണം, പെരുന്നാളിൽ സംബന്ധിക്കണം, വിശുദ്ധ കുർബാനയെ സംബന്ധിക്കണം എന്നുണ്ട്. പക്ഷെ അതിനൊന്നും സാധിക്കാതെ ഇതെല്ലാം പുറത്തൊരു കാഴ്ചക്കാരനെ പോലെ കണ്ടുകൊണ്ടിരുന്നത്. മനസ്സിലധികം വേദനയോടുകൂടിയാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നെങ്കിലും ദൈവം തമ്പുരാൻ നടത്തി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ കരോളായാലും പെരുന്നാളായാലും അതെല്ലാം നേതൃത്വം കൊടുക്കാനുള്ളത്. ദൈവം ഒരുക്കിയ അവസരമാണ്. ആ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ചെയ്തത്.